ഹലോ ഗൈസ്, നോവലുകൾ സിനിമകളാവുമ്പോൾ മലയാള സിനിമ പോലെ തന്നെ മലയാള സാഹിത്യവും വർഷങ്ങൾക്ക് മുന്നേ പ്രമേയം കൊണ്ടും ആഖ്യാന രീതി കൊണ്ടും അതിൻ്റെ അവതരണം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ഒരുപാട് മികച്ച സൃഷ്ടികൾ സാഹിത്യ ലോകത്ത് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ നോവലിൻ്റെ അടിസ്ഥാനത്തിൽ ചലച്ചിത്രമായിട്ടുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മലയാളത്തിൽ ആദ്യമായി ഒരു നോവലിൽ നിന്നും സിനിമയുണ്ടാകുന്നത് 933 CV രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ എന്ന നോവലാണ് PV റാവു അതേ പേരിൽ മാർത്താണ്ഡവർമ്മ എന്ന ചലച്ചിത്രമാക്കിയത്. അതിനുശേഷം ഒരുപാട് സിനിമകൾ നോവലിൽ നിന്നും സിനിമകളിലേക്ക് വന്നിട്ടുണ്ട്. ബാലൻ, രണ്ടിടങ്ങഴി, മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക്കായ ചെമ്മീൻ, ഇതെല്ലാം തകഴിയുടെ നോവലുകളാണ് സിനിമകളായി മാറിയത്. മലയാളികൾ എന്നും ഓർക്കുന്ന ഓടയിൽ നിന്ന് എന്ന സിനിമയും P കേശവദേവ് എഴുതിയ നോവലിൽ ബേസ് ചെയ്തിട്ടാണ്. 1930 തൊട്ട് 90 വരെ നിരവധി സിനിമകൾ ആ കാലഘട്ടത്തിൽ നോവലിൽ നിന്നും ഇൻസ്പിറേഷനായി ചലച്ചിത്രമായിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമാണ് മലയാളത്തിലെ ആദ്യ ഹൊറർ മൂവിയായ ഭാർഗവീ നിലയം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഭാർഗവീ നിലയം എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ അന്നുണ്ടാകുന്നത്. അതിനുശേഷം ബഷീറിൻ്റെ പല കൃതികളും സിനിമകളായിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമാണ് മതിലുകൾ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമ. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കയ്യിലേക്ക് എത്തിച്ച സിനിമ. ബാല്യകാല സഖി, അങ്ങനെ ഒരുപാട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളും നോവലുകളും ചലച്ചിത്രമാക്കപ്പെട്ടിട്ടുണ്ട്. പത്മരാജൻ മലയാളത്തിലെ ഗന്ധർവൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനും ചലച്ചിത്രകാരനും. ആദ്യം സാഹിത്യത്തിലൂടെ ചലച്ചിത്രത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച ലെജൻഡാണ് പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് ചെറുകഥകൾ അദ്ദേഹം സിനിമകളാക്കിയിട്ടുണ്ട്. പെരുവഴി അമ്പലം, രതി നിർവേദം, തകര, അങ്ങനെ ഒരുപാട് സിനിമകൾ. മലയാള സിനിമയിലെ ഏറ്റവും വസന്തകാലം എന്നറിയപ്പെടുന്നത് പത്മരാജൻ, ഭരതൻ, KG ജോർജ് ഇവരെല്ലാം ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്ന 80കളായിരുന്നു. പത്മരാജന്റെ ഒരുപാട് ചെറുകഥകളും നോവലുകളും സിനിമകളായിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമാണ് നക്ഷത്രങ്ങളെ കാവൽ. അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയ സിനിമ. എല്ലാ മലയാളികളും നെഞ്ചിലേറ്റിയ തൂവാനത്തുമ്പികൾ, മലയാള സിനിമയിലെ പ്രണയം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച സിനിമ. ക്ലാരയെയും ജയകൃഷ്ണനെയും നമ്മൾ ഓർക്കുന്ന സിനിമ. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയേക്കുന്നത് പത്മരാജൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഉദകപ്പോള എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് മലയാള സാഹിത്യം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 90 വരെ നിരവധി സിനിമകൾ നോവലുകളിൽ നിന്നും കഥകളിൽ നിന്നും ചലച്ചിത്രമായിട്ടുണ്ട്. 90കൾക്ക് ശേഷം ഇതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഒരുപാട് നോവലുകൾ ഉണ്ടെങ്കിലും പിന്നീട് അതൊന്നും തന്നെ ചലച്ചിത്രമായില്ല. അതെന്തുകൊണ്ടാവാം? എഴുത്തും ചലച്ചിത്രവും രണ്ടും വ്യത്യസ്തമായ രണ്ട് കലാ സൃഷ്ടികളാണ്. എഴുത്തിന് പരിധികളില്ല. എഴുത്തുകാരൻ്റെ മനസ്സ് എവിടെയെല്ലാം ചലിക്കുന്നുവോ, ഏതൊക്കെ സ്ഥലത്തേക്ക് പോകുന്നുവോ, ഭൂമിയും കടലും ആകാശവും കടന്ന് എവിടെ വേണോ സഞ്ചരിക്കാം. വാക്കുകളുടെ ബലത്തിൽ, അക്ഷരങ്ങളുടെ ബലത്തിൽ എഴുത്തുകാരന് ഏത് മരീചികയും കീഴടക്കാം. അതേസമയം ചലച്ചിത്രത്തിന് പരിധികളുണ്ട്. ബഡ്ജറ്റ്, ടെക്നീഷ്യന്മാർ, ആർട്ടിസ്റ്റ്, പ്രൊഡ്യൂസർ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. 90കൾക്ക് ശേഷം മലയാള സാഹിത്യത്തിൽ നിന്നും ചലച്ചിത്രമായ സിനിമകൾ വളരെ കുറവാണ്. ഒരു ജനതയെ മൊത്തം ബുക്കിലേക്ക് എത്തിച്ച ആടുജീവിതമായിരുന്നു മലയാളികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചലച്ചിത്രം. ഒരുപാട് ആളുകൾ സിനിമയ്ക്ക് മികച്ച റിവ്യൂ പറഞ്ഞപ്പോൾ ചിലരെങ്കിലും നോവലിൻ്റെ അത്ര എത്തിയില്ല, നോവൽ വായിച്ചപ്പോൾ കിട്ടിയൊരു സന്തോഷം അവർക്ക് സിനിമ കണ്ടപ്പോൾ കിട്ടിയില്ല എന്ന് പലരും പരാതി പറയുന്നത് കണ്ടു. അതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. എഴുത്തിന് പരിധികളില്ല, പക്ഷേ ചലച്ചിത്രത്തിന് അതൊരു വിഷ്വൽ മീഡിയമാണ്, ദൃശ്യവൽക്കരണമാണത്. ദൃശ്യത്തിലൂടെ കഥ പറയുന്ന ആഖ്യാന രീതിയാണ് സിനിമയ്ക്കുള്ളത്. എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം ഒരു ചലച്ചിത്രകാരൻ ഒരിക്കലും ഉണ്ടാവില്ല. ഈ ലിസ്റ്റിലേക്ക് നമുക്ക് അവസാനം കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് റൂത്തിൻ്റെ ലോകം, അമൽ നീത് സംവിധാനം ചെയ്ത ബൊഗെയിൻവില്ലയാണ്. ഈ സിനിമ ഒരു വിജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതേസമയം ഈ നോവൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു നോവലാണ്. നോവൽ പരമായി നോക്കുമ്പോൾ ഏറ്റവും മികച്ച നോവൽ. ഒരു ചലച്ചിത്രമായി അത് വരുമ്പോൾ അത് മികച്ചതാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ നമുക്ക് പറ്റുന്നില്ല. ഈ ലിസ്റ്റിലേക്ക് നമ്മൾ അവസാന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് രണ്ടാമൂഴമാണ്. MT വാസുദേവൻ നായർ എഴുതിയ ഏറ്റവും മികച്ച മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ട സാഹിത്യ സൃഷ്ടികളിൽ ഒന്ന്. മഹാഭാരതത്തിൻ്റെ ബേസിൽ ഭീമന്റെ കഥ പറയുന്ന എപ്പിക് ലെജൻഡ് നോവൽ. ഇത് സിനിമയാകുന്നു എന്ന് പല വാർത്തകളും പല സമയത്തും ഉണ്ടായതാണ്. നമ്മൾ മലയാളികൾ ഇനി കാത്തിരിക്കുന്നത് MTയുടെ രണ്ടാമൂഴത്തിനാണ്. അദ്ദേഹം തന്നെ പറയപ്പെട്ട സൃഷ്ടി, മഹാഭാരതത്തിൻ്റെ ബേസിൽ കഥ പറയുന്ന നോവൽ.
ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാഭാരതം ഭീമൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അദ്ദേഹം അവതരിപ്പിച്ച വായനക്കാരെ ത്രസിപ്പിച്ച നോവൽ. നമ്മുടെ ലാലേട്ടൻ ഈ കഥാപാത്രം ചെയ്യണമെന്ന് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നുണ്ടാവും. ശ്രീകുമാർ ഇത് സംവിധാനം ചെയ്യുന്നു എന്ന് ഒരു സമയത്തൊരു സംസാരമുണ്ടായിരുന്നു. മോഹൻലാൽ എന്ന ലെജൻഡ് തന്നെ ഭീമന്റെ വേഷം അണിയട്ടെ. മലയാളികൾക്കും ഭാരതത്തിനും ലോകത്തിനു മൊത്തം അഭിമാനമാകുന്ന ഒരു സിനിമയായി അത് മാറട്ടെ.